സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഓരോ വർഷം കൂടുന്തോറും രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഈ വർഷം ഒക്ടോബർ വരെ മാത്രം രജിസ്റ്റർ ചെയ്തത് 1,64,185 കേസുകൾ. ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് കേസുകൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് വിമർശനം. ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, നമുക്കറിയാം സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നു എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം പോലീസ് സേനയിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ നൽകുന്നില്ല. പോലീസിലെ ആത്മഹത്യയടക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇവിടെ കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ വീഴ്ച വരുത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും വലിയൊരു വർധനവ് കുറ്റകൃത്യങ്ങളിൽ ഉണ്ടാവുന്നത്, അല്ലേ? ദേവിക, തീർച്ചയായും സംസ്ഥാനത്തെ പോലീസിന്റെ ഒരു കാര്യക്ഷമമില്ലായ്മ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം നിലവിലെ പോലീസ് സേനയിലെ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ പോലീസിനുള്ളിൽ തന്നെ ഇപ്പോൾ പിടക്കങ്ങൾ അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ADGP MR അജിത് കുമാറിന്റെ അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ കൂടി ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഈ കണക്കുകൾ കൂടി പരിശോധിക്കുന്നത്. വളരെയേറെ ഒരു വർധനമാണ് ഈ ഓരോ വർഷം കഴിയുന്തോറും സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കൂടുന്നതെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. അത് ക്രിമിനൽ കേസുകളായാലും ശരി, മറ്റ് കേസുകളായാലും പിടിച്ചുപറിയും ബലാത്സംഗവും അടക്കമുള്ള കേസുകൾക്കെല്ലാം വർദ്ധിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 2022, 2023, 2024 കാലഘട്ടം, അതിൽ 2024 കണക്കുകൾ എന്ന് പറയുന്നത് ഒക്ടോബർ മാസം വരെയുള്ള കണക്കുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 3 വർഷങ്ങളിലും കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയുന്തോറും ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടാകുന്നത്. നമുക്ക് ആ കണക്കുകൾ കൂടി പരിശോധിക്കാമെങ്കിൽ ഈ 2022 രജിസ്റ്റർ ചെയ്ത കേസുകൾ 2,35,858 കേസുകളാണ് 2022 രജിസ്റ്റർ ചെയ്തത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ എല്ലാം കണക്കുകളാണ് ഈ രജിസ്റ്റർ ചെയ്ത കണക്കുകളാണ് ഈ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 2023 ആകുമ്പോൾ 2,58,538 ആയിട്ട് അത് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം 2024 1,64,185 ആണ് കുറ്റകൃത്യങ്ങളുടെ കണക്ക്. ഇത് ഒക്ടോബർ മാസം വരെയുള്ള കണക്കാണ്. അതിനുശേഷമുള്ള കണക്കുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നതാണ്. അതുകൂടി വരുമ്പോൾ, അതായത് ഒക്ടോബർ മാസത്തിന് ശേഷമുള്ള ഈ വർഷം അവസാനം വരെയുള്ള കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ അതൊരു വലിയ രീതിയിലേക്ക് ഇതിന്റെ എണ്ണം കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരത്തിൽ ആണ് സംസ്ഥാനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണ സംവിധാനം അടക്കം കാര്യക്ഷമമല്ല, അല്ലെങ്കിൽ പോലീസ് സംവിധാനം കാര്യക്ഷമമല്ല എന്നതിൻ്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. അതായത് ഈ ക്രിമിനൽ കേസുകൾ ഇങ്ങനെ വർദ്ധിക്കുന്നതിന്റെ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. ഗുണ്ടാ പ്രവർത്തനങ്ങളടക്കം മുമ്പത്തേക്കാൾ ശക്തിയായി വരുന്നൊരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് എല്ലായിടത്തും സമാനമായ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിലേക്ക് വരികയാണെങ്കിൽ ഗുണ്ടാ പ്രവർത്തനം, പഴയകാല ഗുണ്ടാ നേതാക്കളടക്കം പൂർവാധികം ശക്തിയായി തലസ്ഥാനത്ത് തിരിച്ചെത്തുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ സംബന്ധമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 2 ഓംപ്രകാശ് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് സംസ്ഥാനത്തെ ഈ ക്രിമിനൽ കേസുകൾ അടക്കം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വളരെയേറെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും എന്നടക്കമുള്ള ഗുരുതരമായ പ്രശ്നങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായത് ഈ കൊറോണ മഹാമാരി പിടിമുറുക്കിയ 2019, 2020, 2021 കാലഘട്ടങ്ങളിലാണ് കുറച്ചെങ്കിലും ഇതിന് ആശ്വാസമുണ്ടായത്. അതായത് കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഒരു കുറവ് ഉണ്ടായത്. എന്നാൽ അപ്പോഴും ആ കണക്കുകൾ പരിശോധിക്കുമ്പോഴും 1,00,000-ന് മുകളിലേക്ക് അതും കടക്കുന്നുണ്ട് എന്നതും ഗൗരവകരമായ ഒരു കാര്യമാണ്. എന്തായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനമുണ്ടാകുന്നു. പോലീസ് സംവിധാനത്തിന്റെ അപര്യാപ്തത, കാര്യക്ഷമമില്ലായ്മ, ഇതെല്ലാം ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പെരുകാനുള്ള കാരണമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഭരണ സംവിധാനം അപ്പാടെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല പോലീസ് സംവിധാനം കാര്യക്ഷമമല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള ആക്ഷേപം തുടങ്ങിയിട്ട് വർഷങ്ങളായി. മാത്രമല്ല പല സ്ഥലങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പോലും തയ്യാറല്ല. വാഹനങ്ങൾ പോലും കൃത്യമായ രീതിയിൽ പോലീസിന് ഇല്ല എന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാര്യമായ രീതിയിലേക്ക് ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലത്തെത്തുവാനോ അല്ലെങ്കിൽ ഒരു പരാതി ലഭിക്കുമ്പോൾ ആ കൃത്യസ്ഥലത്തെത്തി പരാതി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതിനൊന്നും പോലീസിന് ആവശ്യമായ വാഹനങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. മാത്രമല്ല പോലീസിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവുണ്ടെന്ന കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. ഇത്തരം
ഇത്തരം സാഹചര്യങ്ങൾ ആണ് നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോട് ചേർത്ത് വെക്കുന്ന മറ്റൊരു വാർത്ത കൂടി ചെയ്തിരുന്നു. അതായത് സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും എല്ലാം ഉണ്ടാകുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായുള്ള കണക്കുകളും അതും ഈ വർഷങ്ങളുടെ ഒരു കണക്കുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അതും പറഞ്ഞത്. ഇത്തരമാണ് സംസ്ഥാനത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോഴും പോലീസിനെ ഉടച്ചു വാർക്കുന്നതിനോ അല്ലെങ്കിൽ പോലീസ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനോ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇക്കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിലടക്കം അതിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെ തന്നെ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം ഈ പോലീസ് സംവിധാനത്തെ കുറിച്ചും പോലീസ് സംവിധാനത്തിന്റെ കാര്യക്ഷമമില്ലായ്മയെ കുറിച്ചെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. പിണറായി വിജയനാണ് ആഭ്യന്തരം കൈയാളുന്നത്. ആ പിണറായി വിജയൻ ആഭ്യന്തരം കൈയാളുമ്പോഴാണ് ഇത്തരത്തിലുള്ള സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകുന്നതെന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ എണ്ണം ഓരോ വർഷം കഴിയും തോറും കൂടുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് ഇപ്പോഴും.